നിങ്ങൾ എപ്പോഴെങ്കിലും മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് ഒഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽപ്പെട്ടിട്ടുണ്ടോ? ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയിലാകാം, തിയേറ്ററിൽ സിനിമ കാണുമ്പോഴാകാം, മീറ്റിങ്ങിനിടയിലാകാം, അല്ലെങ്കിൽ ക്ലാസ് ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാകാം. ഈ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? കടിച്ചു പിടിച്ചിരിക്കുമല്ലേ? എന്നാൽ ഒരു വലിയ ചോദ്യം ചോദിക്കാനുണ്ട്. ഇങ്ങനെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മൂത്രം ഒഴിക്കാതെ പിടിച്ചു നിർത്തുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്താണ് നടക്കുന്നത്? നമുക്കതൊന്ന് സിമ്പിളായി മനസ്സിലാക്കാം. നമ്മുടെ ശരീരം സ്വയം തുടർച്ചയായി അതിനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഒരു രീതിയാണ് മൂത്രം. നമ്മുടെ ശരീരത്തിനുള്ളിലെ പ്രധാനപ്പെട്ട 2 അവയവങ്ങളാണ് വൃക്കകൾ അല്ലെങ്കിൽ കിഡ്നീസ്. എന്താണ് ഇവരുടെ പണി? നമ്മുടെ ബ്ലഡ് ഫിൽട്ടർ ചെയ്യുക, അതായത് എക്സ്ട്രാ വരുന്ന വെള്ളം, സാൾട്ട്, മറ്റ് അനാവശ്യ വസ്തുക്കൾ ഇവയൊക്കെ ഫിൽട്ടർ ചെയ്ത് മാറ്റുക. ഇങ്ങനെ ഉണ്ടാകുന്ന വേസ്റ്റാണ് മൂത്രം. ഈ മൂത്രം കിഡ്നിയിൽ നിന്നും യൂറിറ്റേഴ്സ് വഴി മൂത്രം ശേഖരിക്കുന്ന ടാങ്കിലേക്ക് എത്തുന്നു. ഈ ടാങ്കിനെ ബ്ലാഡർ അല്ലെങ്കിൽ മൂത്രാശയം, മൂത്രസഞ്ചി എന്നൊക്കെ പറയുന്നു. ഈ ബ്ലാഡർ ഒരു ബലൂണ് പോലെയാണ്. മൂത്രം വന്ന് നിറയുമ്പോൾ ഇത് സ്ട്രെച്ച് ചെയ്ത് വലുതാകാൻ തുടങ്ങും. 150 മുതൽ 200 മില്ലി ലിറ്റർ മൂത്രം വന്ന് നിറയുമ്പോൾ ബ്ലാഡർ നമ്മുടെ ബ്രെയിനോട് പറയും, ഹേയ്, വേഗം ബാത്റൂമിലേക്ക് വിട്ടോ, ഒഴിക്കാൻ സമയമായി. എന്നിട്ടും നിങ്ങൾ മൂത്രമൊഴിക്കാൻ പോയില്ലെങ്കിൽ ബ്ലാഡറിലേക്ക് വീണ്ടും വീണ്ടും മൂത്രം വന്ന് നിറയും. അങ്ങനെ 400 മില്ലി ലിറ്റർ ആകും, 450 ആകും, 500 മില്ലി ലിറ്റർ ആകുമ്പോഴേക്കും ബ്ലാഡർ സീരിയസ് ആയി പറയും, പ്ലീസ് വേഗം പോയി ഒന്ന് മൂത്രം ഒഴിക്കി. എന്നിട്ടും നിങ്ങൾ പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വന്നുകൊണ്ടിരിക്കുന്ന മൂത്രത്തിൽ നിൽക്കാൻ വേണ്ടി ബ്ലാഡർ വീണ്ടും സ്ട്രെച്ച് ചെയ്ത് വലുതാകും. അങ്ങനെ 1000 മില്ലി ലിറ്റർ മൂത്രം വരെ വന്നാൽ, അതായത് 1 ലിറ്റർ 1 ലിറ്റർ ആയിട്ടും പിടിച്ചു നിന്നാൽ യെസ്, ബ്ലാഡർ പൊട്ടും. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് സാധ്യത വളരെ കുറവാണ്. കാരണം അതിനു മുൻപേ നമ്മുടെ ബോഡി കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള, ഷാർപ്പായിട്ടുള്ള, അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിഗ്നൽ അയച്ചുകൊണ്ടേയിരിക്കും. ആ സിഗ്നൽസ് നമ്മളെ കൊണ്ട് മൂത്രം ഒഴിപ്പിക്കും. ഇനി നമ്മുടെ ബ്ലാഡറിന് താഴെ യുറിത്രൽ സ്ഫിങ്ക്റ്റർ എന്നൊരു മസിലുണ്ട്. പേര് കേട്ട് പേടിക്കണ്ട, ഇതൊരു വാട്ടർ ടാപ്പ് പോലെയാണ്. അതായത് നമ്മൾ മൂത്രമൊഴിക്കാതെ പിടിച്ചു നിർത്തുമ്പോൾ ഈ ഭാഗം അടഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് ബ്ലാഡറിൽ നിന്നും മൂത്രം പുറത്തേക്ക് വരില്ല. ഇനി നമ്മൾ മൂത്രമൊഴിക്കാൻ തീരുമാനിച്ച് ടോയ്ലറ്റിൽ പോയാൽ നമ്മുടെ ബ്രെയിൻ ഈ മസിലിനോട് റിലാക്സ് ചെയ്ത് മൂത്രം തുറന്നു വിടാൻ പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ ആഹാ, സമാധാനം. ഇനി നമ്മൾ കൂടുതലായി മൂത്രമൊഴിക്കാതെ പിടിച്ചു നിൽക്കുമ്പോൾ നമ്മൾ ഈ മസിലിനെ ടൈറ്റായി പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. ഈ പ്രഷർ ഈ മസിലിൻ്റെ പ്രവർത്തനത്തെ മോശമായി ബാധിക്കും. അതുമാത്രവുമല്ല, നമ്മുടെ ബ്ലാഡറിൻ്റെ പ്രവർത്തനത്തെയും ബാധിക്കും. ബ്രെയിനുമായുള്ള സിഗ്നൽ കൈമാറ്റത്തിൽ കൺഫ്യൂഷൻ വന്ന് ആളുടെ പ്രവർത്തനം മൊത്തത്തിൽ താളം തെറ്റും. നമ്മളൊരു ബലൂൺ കുറേ പ്രാവശ്യം ഊതി വീർപ്പിച്ച് വളരെ വലുതാക്കിയാൽ പിന്നെ കാറ്റൊഴിച്ചാൽ പഴയ പോലെ ആകില്ലല്ലോ. അതുപോലെയാണ് ബ്ലാഡറിൻ്റെയും കാര്യം. ഇനി വേറൊരു പ്രശ്നം കൂടിയുണ്ട്. നമ്മളിങ്ങനെ മൂത്രം പിടിച്ചു നിന്നാൽ കുറച്ച് മൂത്രം ബ്ലാഡറിൽ തന്നെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ചൂട്, നനവ്, വേസ്റ്റ്, ആഹാ, ബാക്ടീരിയക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മൂത്രം. അതുകൊണ്ട് തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ UTI വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ ഇൻഫെക്ഷൻ മെല്ലെ കിഡ്നിയിലേക്ക് പടർന്നാൽ പറയേണ്ടല്ലോ, ആള് കാലിയാകും. ഇനി മൂത്രം പിടിച്ചു നിന്നാലുള്ള മറ്റ് പ്രശ്നങ്ങളാണ് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണമെന്ന തോന്നലുണ്ടാകുന്ന പ്രശ്നം. ചിരിക്കുമ്പോഴും തുമ്മുമ്പോഴുമെല്ലാം അറിയാതെ മൂത്രം ഒഴിച്ചു പോകുന്ന അവസ്ഥ. പിന്നെ പൂർണ്ണമായും ഒഴിച്ചു കളയാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ഇതുണ്ടാക്കും. സോ മൂത്രം പിടിച്ചു നിർത്തുന്നത് നല്ലതാണോ? ഇടയ്ക്കൊക്കെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, നമ്മുടെ ശരീരത്തിന് അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്താൽ പ്രശ്നമാണ്. ചില ജോലികൾ ചെയ്യുന്നവർക്ക് കൃത്യസമയത്ത് പലപ്പോഴും മൂത്രമൊഴിക്കാൻ കഴിയാറില്ല. പ്രധാനമായും ഡ്രൈവേഴ്സ്, നേഴ്സ്, ഫാക്ടറി വർക്കേഴ്സൊക്കെ. അങ്ങനെയുള്ളവർക്ക് കുറേ കഴിയുമ്പോൾ ബ്ലാഡർ ഇഷ്യൂസ് വരാറുണ്ട്.
അതുകൊണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കുടിക്കാനും കൃത്യസമയത്ത് മൂത്രമൊഴിക്കാനും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല എന്ന് കരുതുന്നു.